വരും പോവല്ലടോ, നമുക്ക് ഒരു അടിപൊളി ചക്ക കേക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ എല്ലാവരും വായോ. നമുക്ക് ആദ്യം ഷുഗർ കാരമലൈസ് ചെയ്യണം. അതിന് വേണ്ടി ഒരു അരക്കപ്പ് ഷുഗർ എടുത്തിട്ട് നന്നായിട്ട് കാരമൽ ചെയ്യാം. അപ്പോൾ കാരമൽ ചെയ്യുമ്പോൾ അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് കാരമലൈസ് ചെയ്യാൻ. ഇതുപോലെ നന്നായിട്ട് ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ ഇതേപോലെ പൊട്ടലും കിട്ടിയിട്ടുണ്ടോ, മേല് പൊള്ളിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഫ്ലോപ്പായിട്ടുണ്ട്, ഇത് കട്ട പിടിക്കുന്നുണ്ടല്ലോ വിചാരിക്കും. പക്ഷേ ആരും പേടിക്കേണ്ടത് ഇങ്ങനെ തന്നെയാണ്. എന്നിട്ട് നന്നായി ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായി തിളയ്ക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് പറയണത് പഞ്ചസാര പൊടിക്കാം. അപ്പോൾ ഈ ഷുഗർ നന്നായിട്ട് ഫൈനായിട്ടുള്ള പൗഡർ ആക്കണം. അതിന് അരക്കപ്പ് ഷുഗർ 3 ഗ്രാം നന്നായി പൊടിക്കുക. ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് നിങ്ങളീ കാണാൻ പോകുന്നത്. ഞാൻ പഞ്ചസാര പൗഡറാണെന്നുള്ള ഓർമ്മ എനിക്കുണ്ടാവില്ല. ഞാൻ ഓർമ്മയില്ലാതെ ജാറിൻ്റെ മൂടി എടുത്ത് തുറക്കും, വീട് ഫുള്ള് പുകമയാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് പറയണത്, അടുത്ത മിക്സീൻ്റെ ജാർ എടുത്തിട്ട് ഒരു 2 മുട്ട, പിന്നെ അതിൻ്റെ ഫ്ലേവർ, മുട്ടേൻ്റെ ഫ്ലേവറിൽ അതൊക്കെ ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ച് കൊടുക്കുക. അത് നന്നായി ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഒരു 1/4 കപ്പ് ഓഫ് സൺഫ്ലവർ ഓയിൽ അതും കൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ചിട്ടുള്ള ഷുഗർ ഉണ്ടല്ലോ, അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക. ആരും പഞ്ചസാര കൂടും, അത്ര ഷുഗർ വേണ്ടാരണം കണ്ട് പഞ്ചസാര മാറ്റി വയ്ക്കാൻ നിൽക്കേണ്ട, ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മളൊരു 10 ചക്കച്ചുള നന്നായിട്ട് പേസ്റ്റ് ആക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ബാറ്ററിലേക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കാരമലൈസ് ചെയ്തിട്ടുള്ള ഷുഗറും അതിലേക്ക് ആഡ് ചെയ്തിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക. അത് വേറൊരു ബൗളിലേക്ക് ആക്കിയതിന് ശേഷം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആക്കിയിട്ടുള്ള 1 കപ്പ് ഓഫ് മൈദ, നന്നായിട്ട് അരിച്ചിട്ടുള്ള മൈദ കേട്ടോ അത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറുള്ള ഒരു 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളെ നട്ട്സ് എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ആൽമണ്ട്സാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കേക്ക് ടിന്നിലേക്ക് ആ ബാറ്റർ ഒഴിക്കുക. ഇതുപോലെ ആവണം അതിൻ്റെ പരുവെന്ന് പറയുന്നത്. നമ്മളിതിലേക്ക് ഒഴിക്കുമ്പോൾ അങ്ങനെ മടക്കായിട്ട് വെക്കണം. അതാണ് കേക്കിൻ്റെ പരുവെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഡെക്കറേഷന് വേണ്ടി കുറച്ച് നട്ട്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓവൻ സെറ്റപ്പിലേക്ക് കേക്ക് അയച്ചു കൊടുക്കുക. ഒരു 25 to 30 മിനിറ്റ് ആവും ഇത് ബേക്ക് ചെയ്ത് വരാൻ. എൻ്റെ കേക്ക് ബേക്ക് ആവാനൊരു 30 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു 25 മിനിറ്റ് ആകുമ്പോൾ നോക്കുക, ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ബേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളി സോഫ്റ്റ് ചക്ക കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചക്ക സീസൺ ആണല്ലോ. പിന്നെ ഇത് ശ്രദ്ധിക്കണം, 2 ദിവസം കഴിഞ്ഞിട്ട് തിന്നാനാണ് ഒന്നുകൂടി ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഓക്കെ, ബൈ.